തൊലിക്ക് കട്ടി കൂടുന്ന ഒരസുഖം എന്നാണ് വളരെ സിമ്പിളായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ത്വക്കുവാദം എന്നൊക്കെ പറയാറുണ്ട് ആളുകൾ. അപ്പോൾ ഈ ഒരു അസുഖത്തിൽ പലപ്പോഴും ആദ്യം സ്കിന്നിനെയാണ് ബാധിക്കുന്നതെങ്കിലും പക്ഷേ അത് ആന്തരിക അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അല്ലെങ്കിൽ വാതരോഗമാണ് സ്ക്ലീറോഡെർമ. അപ്പോൾ ഈ സ്ക്ലീറോഡെർമ എന്ന് പറഞ്ഞ അസുഖത്തിൽ നമുക്ക് ബാക്കി SLE പോലെയോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തെ അറ്റാക്ക് ചെയ്യുന്നത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി കഴിയുമ്പോൾ മുറിവ് ഉണങ്ങണം അല്ലേ? മുറിവ് ഉണങ്ങണം എന്ത് പറ്റണം? അവിടെ കോശങ്ങൾ വന്ന് അത് റിപ്പയർ ചെയ്യണം. അത് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് പലപ്പോഴും എന്ന മെക്കാനിസത്തിലാണ് നടക്കുന്നത്. അവിടെ ഒരു സ്കാർ ഫോം ചെയ്യും. പക്ഷേ സ്ക്ലീറോഡെർമയിൽ ഈ ഫൈബ്രോസിസ്, അതായത് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് കുറച്ച് അക്സെൻച്വേറ്റഡ് ആണ്. വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഹീലിംഗ് പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കുന്നു. അതായത് ഫൈബ്രോസിസ് കൂടുതലായിട്ട് നടക്കുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? സാധാരണ ടിഷ്യൂവിൽ തന്നെ ഹീലിംഗ് പ്രോസസ്സ് പോലെ ഈ കട്ടി കൂടുന്നു, ഫൈബ്രോസിസ് കൂടുതലായിട്ട് നടക്കുന്നു. ലങ്സിലും കട്ടി കൂടുന്നു, ഹാർട്ടിൽ കട്ടി കൂടുന്നു, നമ്മുടെ അങ്ങനെ എല്ലാ അവയവങ്ങളിലും ഫൈബ്രോസിസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സ്ക്ലീറോഡെർമയുടെ ഒരു പ്രശ്നം. ഈ ഫൈബ്രോസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചുരുങ്ങുന്നു. സ്കിന്നിലാണെങ്കിൽ കട്ടി കൂടുന്നു, ബാക്കി ഓർഗൻസ് ചുരുങ്ങുന്നു. അതാണ് സംഭവിക്കുന്നത്. അതെവിടെയൊക്കെ സംഭവിക്കാം എന്നുള്ളതനുസരിച്ചിട്ടാണ് ലക്ഷണങ്ങൾ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സ്കിന്നിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പറഞ്ഞു. അതുകൂടാതെ രക്തക്കുഴലിനെ ബാധിക്കാം. അപ്പോൾ സ്കിന്നിനെ ബാധിക്കാൻ എന്ത് പറ്റും? ഇവരുടെ സ്കിന്നിന് കട്ടി കൂടും. ഫോർ എക്സാമ്പിൾ വായ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ തുറക്കാൻ പറ്റത്തില്ല, ഇത്രേ തുറക്കാൻ പറ്റത്തുള്ളൂ. സ്കിന്നിൽ നോക്കുവാണെങ്കിൽ മുഖത്തിന് തന്നെ ഷേപ്പ് മാറും. ഈ സ്ക്ലീറോഡെർമ പേഷ്യൻസ് എല്ലാം ഒരേ ഷേപ്പാകും. കാരണം അവരുടെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, അതായത് തൊലിക്കടിയിലുള്ള കൊഴുപ്പില്ലാതായി എല്ലാവരും ഒരേ ഷേപ്പായിരിക്കും. നമ്മൾ സ്ക്ലീറോഡെർമ മീറ്റിങ്ങിന് മുമ്പ് നടത്തുമ്പോൾ പലപ്പോഴും അറിയാം എല്ലാവരും ഒരുപോലെ ആയിരിക്കുന്നത്. കാരണം അവരുടെ ഷേപ്പ് ഒരു സ്ക്ലീറോഡെർമ ഫേഷ്യസ് എന്ന് പറയുന്ന ഒരു ഫേഷ്യൽ സൈൻ തന്നെയുണ്ട്. കാരണം അവിടെ ഫാറ്റ് പോയി ഇവിടെയൊക്കെ ഒട്ടി വരും. അവരുടെ സ്കിന്നിൻ്റെ കളറ് മാറും, കറുക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ വന്നു, ഡോക്ടർ എൻ്റെ പണ്ടുള്ള ഫോട്ടോ കണ്ടോ, ഞാൻ ഇങ്ങനെയായിരുന്നേ, ഇപ്പോൾ എൻ്റെ ഫോട്ടോ കണ്ടോ. കംപ്ലീറ്റ് അവരുടെ രൂപമാറ്റം തന്നെ വരും. അതൊരു മേജർ ലൈഫിലെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. ഇത് റെയർ ആയിട്ടുള്ള അസുഖമാണ്. ഇത് കൂടുതലും ഫീമെയിൽസിലാണ് വരുന്നത്. ഇപ്പോൾ സ്ക്ലീറോഡെർമ ഞാൻ പറഞ്ഞു സ്കിന്നിനെ ബാധിക്കുന്ന, സ്കിന്നിൽ നിന്ന് തുടങ്ങുന്ന ഒരു അസുഖമാണെങ്കിലും രക്തക്കൊള്ളിനെ ഇത് ബാധിക്കാം. അതാണ് വേറൊരു പ്രധാനപ്പെട്ട അവയവം ബാധിക്കുന്നത്. രക്തക്കൊള്ളി ബാധിക്കുമ്പോൾ രക്തക്കൊള്ളി ചുരുങ്ങുമ്പോൾ എന്ത് പറ്റും? കയ്യിലോട്ടുള്ള രക്തപ്രവാഹം കുറയും. അപ്പോൾ തണുപ്പത്ത് പോകുമ്പോൾ ഒരു ആദ്യത്തെ ഘട്ടത്തിലുണ്ടാകുന്ന ഒരു ലക്ഷണം, ഫ്രിഡ്ജിൽ കൈ വെച്ചിട്ട് പെട്ടെന്ന് എടുക്കുമ്പോൾ കയ്യിൽ വെള്ള കളർ വരും, അല്ലെങ്കിൽ നീല കളർ വരും, കയ്യിലെ രക്ത ഓട്ടം കുറയും. അതിനെയാണ് റെയ്നോട്ട്സ് എന്ന് വിളിക്കുന്നത്. റെയ്നോട്ട്സ് ഫിനോമിനൻ എന്ന് പറയും. അതുകൂടാതെ കൈയുടെ അറ്റത്ത് ചെറിയ മുറിവുകൾ വരും. മുറിവുകൾ വന്നു എന്നിട്ട് ഭയങ്കര പെയിൻഫുൾ. എന്തുകൊണ്ടാണ് മുറിവുകൾ ഉണ്ടാകുന്നത്? കയ്യിലോട്ട് രക്ത ഓട്ടം കുറയുന്നതുകൊണ്ട് ചെറിയ മുറിവുകൾ ഉണ്ടാകും. അതുകൂടാതെ ഇത് ഇൻറ്റേർണൽ ഓർഗൻസിനെയും ബാധിക്കാം. ഏതൊക്കെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിക്കാം? ഒന്ന്, ലങ്സിനെയാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് ബാധിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ലങ്സും ഹാർട്ടുമാണ്. നമ്മൾ ഏറ്റവും കെയർഫുള്ളായിട്ട് നോക്കേണ്ടത്. ലങ്സിൽ വിട്ടുമാറാത്ത ചെറിയ ചുമ ഇവർക്കുണ്ടാകും. അതായത് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്, അതായത് ലങ്സ് ചുരുങ്ങുന്ന ഒരു അസുഖമാണ് ഈ സ്ക്ലീറോഡെർമയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് നടക്കുമ്പോൾ കിതപ്പ് വരും. ആദ്യം പടി കയറുമ്പോൾ ശ്വാസം മുട്ടൽ, നടക്കുമ്പോൾ 200-300 മീറ്റർ നടക്കുമ്പോൾ ശ്വാസം മുട്ടൽ, അങ്ങനെ കൂടി ആദ്യം ചെറിയ ചുമയായിരിക്കും, നമ്മൾ ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരിക്കും. അത് കഴിയുമ്പോൾ പടി കയറുമ്പോൾ ശ്വാസം മുട്ടൽ വന്നു തുടങ്ങും. അത് കഴിയുമ്പോൾ നടക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടൽ വന്നു തുടങ്ങും. അതുകൂടാതെ ഇവർക്ക് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട്, അതായത് പുളിച്ചിത കെട്ടൽ. കഴിക്കുന്ന ആഹാരം അവിടെ താഴത്തോട്ട് ഇറങ്ങി പോകത്തില്ല, നമുക്ക് ഇറക്കാനുള്ള ബുദ്ധിമുട്ട് വരും. മാത്രമല്ല പുളിച്ചിത കെട്ടൽ വരും. പുളിച്ചിത കെട്ടൽ നമ്മുടെ സ്റ്റൊമക്കിലുള്ളത് വായിലോട്ട് പുളിച്ചിത കെട്ടി വരും. എന്നാൽ കിഡ്നിയെ ചിലപ്പോൾ ബാധിക്കാം. അത് റെയറാണ്. കിഡ്നിയെയും ബാധിക്കാം. ജോയിൻസിനെ ബാധിക്കാം. ജോയിൻസിന് ഡീഫോമിറ്റി വരാം. ഫോർ എക്സാമ്പിൾ സ്ക്ലീറോഡെർമ പേഷ്യൻസ് കാണുമ്പോൾ അവരുടെ കൈകൾ കുറച്ച് വളഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അതുകൂടാതെ ഇവിടെയെല്ലാം ചെറിയ മുറിവുകളുണ്ടാകാം. പണ്ട് കാലത്ത്, അതായത് എനിക്ക് തോന്നുന്നു 10-15 വർഷം മുമ്പ് വരെ സ്ക്ലീറോഡെർമയ്ക്ക് ചികിത്സ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ചികിത്സ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു സ്ക്ലീറോഡെർമ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് വളരെ നരകതുല്യമായ ജീവിതമാണ് അവർ നടിച്ചുകൊണ്ടിരുന്നത്. ആർക്കെങ്കിലും ഇങ്ങനെ ലക്ഷണങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും സ്ക്ലീറോഡെർമയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ കഴിയുന്നതും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് പെട്ടെന്ന് ഇത് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ പറയേണ്ടത് വളരെ സിമ്പിളാണ്. ഒന്ന്, തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ AC ക്കകത്തിരിക്കുമ്പോൾ തണുക്കുമ്പോൾ കൈക്ക് നീല കളർ വരുന്നുണ്ടോ, അല്ലെങ്കിൽ വെള്ള കളർ വരുന്നുണ്ടോ, അല്ലെങ്കിൽ കൈയുടെ അഗ്രം പൊട്ടുന്നുണ്ടോ, ഇതൊരു ലക്ഷണമാണ്. 2, മുഖത്തിൻ്റെ ഷേപ്പ് മാറുന്നു, അല്ലെങ്കിൽ മുഖത്ത് കറുക്കുന്നു, തൊലിക്ക് കട്ടി കൂടുന്നു. ഈ 2 കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ രോഗത്തെ ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യാം. ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്.